ഹലോ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് പഴയ ഒരു വീഡിയോ ആണേ. നമ്മൾ എഡിറ്റ് ചെയ്യാൻ മടിയെന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. എഡിറ്റ് ചെയ്യാതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയിപ്പോയി കേട്ടോ. നമ്മളിന്ന് കോളിഫ്ലവർ വെച്ച് എന്താ ചെയ്യുന്നതെന്നല്ലേ. ഇന്ന് കോളിഫ്ലവർ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു ചെറിയ കളർ ഷെയ്ഡൊക്കെ ഉണ്ട്. അത് നമ്മൾ കുറേ നേരം ചൂടുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ലേശം തൈരും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി ഇല്ല കേട്ടോ, അതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കളറൊക്കെ ആയി കിട്ടും കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഫ്രൈ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ലേശം ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട്. ലേശം എരിവ് വേണമെങ്കിൽ ലേശം പെപ്പർ പൊടി ഇടാം കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ഇടാം. വേണ്ടവർ ഇട്ടാൽ മതി, ഓപ്ഷണലാണ് കേട്ടോ. അങ്ങനെ ഇതാ കുഞ്ഞൂട്ടൻ അത് വേണം ഇത് വേണം എന്നൊക്കെ എൻ്റെ കൂടെ നിന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ലേശം കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ ഇതാ എല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായി മിക്സാക്കി എടുക്കണം. അങ്ങനെ ഇതാ അതൊക്കെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലേശം വെറുതെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം അതിനെ വേണം എന്നാണ് കുഞ്ഞൂട്ടൻ പറയുന്നത്. ഇപ്പോൾ വേണ്ടാന്നായി, നമുക്കത് ഇഷ്ടമില്ല. വെറുതെ ഉപ്പിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ലേശം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അന്നേരം ഇത് നമ്മൾ നന്നായി മിക്സാക്കിയാൽ റെസ്റ്റിന് വേണമെങ്കിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി തൈരും കൂടി ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് നേരം കൈയൊക്കെ ഒന്ന് കഴുകി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മളെ ചാനൽ കാണുകയാണെങ്കിൽ കണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഓയിലാണ് കേട്ടോ വറുക്കുന്നത്. അതൊന്ന് ഫ്രൈ ആയി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാൻ ആർക്കും പറയണ്ടല്ലോ അല്ലേ, എളുപ്പം കഴിയും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഫ്രൈ ചെയ്യുന്നത്. ഞാൻ ചെറുതായി അറിയാത്തവർക്ക് വേണ്ടി മാത്രം വീഡിയോ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഫുള്ള് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞൂട്ടിനോട് ഒച്ചപ്പാട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതാണ് വീഡിയോൻ്റെ ഇടയ്ക്ക് വോയിസ് ഇടുമ്പോൾ. അങ്ങനെ ഇതാ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും കോളിഫ്ലവർ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഉത്സവങ്ങളിലൊക്കെ കിട്ടില്ലേ, അതേപോലെ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫുള്ള് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളെ കരിവേപ്പിലയും കൂടി ഇട്ട് സുന്ദര കുട്ടപ്പനാക്കി നമ്മൾ പിന്നെ അങ്ങ് സേവ് ചെയ്യാനുള്ളൂ കേട്ടോ. അത്ര പരിപാടിയേ ഉള്ളൂ. നന്നായി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മളെ കരിവേപ്പിലൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എന്താ നമ്മളെ കാശ്മീരി ചില്ലി എല്ലായിടത്തുകൊണ്ടാണ് കേട്ടോ അതിനൊരു കളർ കുറവ്, അല്ലെങ്കിൽ നല്ല കളറൊക്കെ വരുമായിരുന്നു. എന്ത് ചെയ്യാനാണ്, കാശ്മീരി ചില്ലി ഇല്ല. വേണ്ടവർ ഇട്ട് കൊടുക്കട്ടോ, അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു കളറിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേണ്ടവർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മളത് വെള്ള കളറായിട്ടിരിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതാ നമ്മൾ കരിവേപ്പിലയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.